നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ ഹൂതികളുടെ ഭീഷണി ഇപ്പോൾ ഏറി വരികയാണ്. വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ രാജ്യത്തുടനീളം നിലനിൽക്കുന്നത്. ശക്തമായ ആക്രമണങ്ങൾ വീണ്ടും അഴിച്ചുവിടും. അരാംകോയിലേത് വെറും സൂചന മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹൂതികൾ രംഗത്തെത്തുമ്പോൾ രാജ്യമൊട്ടാകെ ഇപ്പോൾ ആശങ്കയിലാണ്. കാരണം തകർക്കപ്പെട്ടവയെല്ലാം ഇപ്പോൾ ഓരോന്നായി പുനർനിർമ്മിച്ച് വരുന്നതേയുള്ളൂ. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ സൗദിയുടെ നാശത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഹൂതികൾ പറയുമ്പോൾ പ്രവാസികളും ഏറെ ആശങ്കപ്പെടുന്നുണ്ട്. പ്രവാസികൾ, ഇന്ത്യക്കാരടക്കം നിരവധി പേർ ഇപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ വാർത്തയിലേക്ക്. സൗദിയെ തകർക്കുമെന്നും വരാൻ പോകുന്നത് സർവനാശമാണ് എന്നുള്ള മുന്നറിയിപ്പുമായി ഹൂതികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ ആശങ്കയാണ് ഇപ്പോൾ രാജ്യത്തുടനീളം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായുള്ള വിവരങ്ങളും ഹൂതികൾ പുറത്തുവിടുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ സൗദി ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നാണ് ഹൂതികൾ ആരോപിക്കുന്നത്. അതേസമയം സൗദിയുടെ സൈനിക ക്യാമ്പുകൾ ഹൂതികൾ നടത്തിയ ആക്രമണവും അതിന് തന്നെ മുൻപ് നടന്ന ആരാംകോ ആക്രമണവും നിരവധി നാശനഷ്ടങ്ങളാണ് സൗദിക്ക് വരുത്തിയത്. യമനിൽ സൈനിക നടപടി കുറയ്ക്കുന്ന കാര്യങ്ങളൊന്നും സൗദി എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. സൗദിയിലെ എല്ലാ ആക്രമണങ്ങൾക്കും സഹായം നൽകുന്നത് ഇറാനാണ് എന്നാണ് സൗദി ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂതികൾക്ക് ആയുധം എത്തിച്ചു നൽകുന്നത് ഇറാനാണ് എന്ന സൗദി തെളിവുകൾ നിരത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ യമനിൽ സമാധാന ശ്രമങ്ങൾ സൗദി നടത്തുന്നുണ്ട് എങ്കിലും ഫലം കാണുന്നില്ല എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സൗദിക്കെതിരായുള്ള ആക്രമണം ഇരട്ടിയായി വർദ്ധിപ്പിക്കാനാണ് ഹൂതികൾ തീരുമാനമെടുത്തിരിക്കുന്നതും യമനിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാതെ തങ്ങൾ തിരിച്ചടി അവസാനിപ്പിക്കില്ല എന്നും ഹൂതികളും വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ഇതിനായി ഹൂതികൾ നടത്തുന്നുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുമ്പോൾ ഇനി വരാനിരിക്കുന്ന ആക്രമണങ്ങൾ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ ശക്തിയേറിയതായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. അത് സൗദി തകർക്കും. സമാധാന ശ്രമങ്ങൾ വിജയകരമായിട്ടില്ല എങ്കിൽ അത് സംഭവിക്കുമെന്നും ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ പറയുകയുണ്ടായി. ആരാംകോ ആക്രമണം വളരെ ചെറുതാണ്. സൗദിക്ക് ഒരു മുന്നറിയിപ്പാണ് ഇത്. ഹൂതികൾക്ക് എത്രത്തോളം കെൽപ്പുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഇത് എന്നും അവർ പറയുന്നുണ്ട്. അതേസമയം യമനിൽ ഭാഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ രാഷ്ട്ര സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും ഹൂതികൾ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ സൗദിയുടെ വ്യോമാക്രമണം യമനിൽ നടക്കുന്നുണ്ട് എന്നും കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ആരാംകോ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്നുള്ള വാദം സൗദി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ കുറ്റസമ്മതം ഹൂതികൾക്ക് സൈനിക സഹായം നൽകുന്നുണ്ട് എന്ന് ഇറാൻ അപ്രതീക്ഷിതമായി സമ്മതിച്ചതെന്നും അന്താരാഷ്ട്ര ഞെട്ടിച്ചിട്ടുണ്ട്. ഹൂതികൾ ഇന്റലിജൻസ് സഹായവും നൽകുന്നുണ്ട് എന്ന ഇറാനിയൻ ചീഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ഗാഗേരി വെളിപ്പെടുത്തുകയുണ്ടായി. സിറിയ, ഇറാഖ് മേഖലകളിൽ ആയുധങ്ങളും മറ്റ് ഉപകരണങ്ങളും ഇറാനിയൻ സർക്കാരിന്റെ ആവശ്യപ്രകാരം എത്തിക്കാറുണ്ട് എന്നും ബാഗേരി വ്യക്തമാക്കിയിരുന്നു. അതേസമയം യമനിൽ എല്ലാതരം സഹായങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. യമനിലേക്ക് മിസൈൽ വിക്ഷേപിച്ചെന്ന ആരോപണത്തെ ബാഗേരി എന്തായാലും തള്ളിയിട്ടുണ്ട്. ദീർഘദൂര മിസൈലുകൾ എങ്ങനെയാണ് ഇറാൻ യമനിലേക്ക് എത്തിക്കുക? അവിടെ മരുന്നുകൾ പോലും എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് മിസൈലുകൾ വർഷിക്കുന്നു എന്ന അസംബന്ധ ആരോപണം വരുന്നതെന്നും ബാഗേരി പറയുകയുണ്ടായി. അതേസമയം ഇറാൻ റെവല്യൂഷണറി ഗാർഡ് സാധാരണ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമാണ് ഹൂതികൾക്ക് നൽകുന്നതെന്നും ബാഗേരി വ്യക്തമാക്കുകയുണ്ടായി. മറുപടിയുമായി യമൻ വാർത്താവിതരണ മന്ത്രി മുഹമ്മദ് അൽ ഇറാനി രംഗത്തെത്തുകയുമുണ്ടായി. അന്താരാഷ്ട്ര സമൂഹം ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുമെന്നും ഹൂതികൾ സഹായം നൽകുന്ന രീതി അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഇറാനി ആവശ്യപ്പെടുകയുണ്ടായി. ഇറാനിയൻ ഭരണകൂടമാണ് ഹൂതികളെ നിയന്ത്രിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, മറ്റായുധങ്ങൾ എന്നിവ ഇറാൻ അവർക്ക് നൽകുന്നുണ്ട് എന്നും മന്ത്രി തുറന്നു പറഞ്ഞിരുന്നു. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് എണ്ണ ശുദ്ധീകരണ ശാലകൾ സൗദി വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. സൗദിയുടെ എണ്ണ ഉൽപ്പാദന ശേഷം 11.3 ബില്യൺ ബാരലായി ഉയർന്നുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആരാംകോയിൽ കൂടുതൽ നവീകരണത്തിന് സൗദി തയ്യാറെടുക്കുന്നതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഹൂതികൾ പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സൗദി കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കടുത്ത സുരക്ഷയും അവർ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്.